ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക്. ഓക്സിജൻ ഇല്ലാതെ ജീവൻ നിലനിൽക്കില്ല. എന്നാൽ ഓക്സിജൻ കാണാൻ സാധ്യതയില്ലാത്ത ഇടങ്ങളിൽ ജീവന്റെ സാന്നിധ്യം തിരിച്ചറിയപ്പെടുമ്പോൾ ശാസ്ത്രലോകം ഇന്നവരെ മനസ്സിലാക്കി വച്ചിരിക്കുന്ന ഓക്സിജൻ ഉൽപാദന രീതിക്കപ്പുറം മറ്റ് ചില വഴികളിൽ കൂടിയും ഓക്സിജൻ ഉണ്ടാകുന്നു എന്നത് ഒരേ സമയം ആകാംക്ഷയും അത്ഭുതവും നിറഞ്ഞൊരു കാര്യമാണ്. ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ സൂര്യപ്രകാശം അത്യന്താപേക്ഷിതമാണെന്നിരിക്കെ സമുദ്രങ്ങളിൽ വെറും 200 മീറ്റർ മുതൽ 1000 മീറ്റർ ആഴത്തിൽ വരെ മാത്രം സൂര്യപ്രകാശത്തിന് കടന്നു ചെല്ലാൻ കഴിയുമ്പോൾ അതിനപ്പുറം 5-6 കിലോമീറ്ററുകൾ ആഴത്തിൽ ഓക്സിജന്റെ ചില കുമിളകൾ ശാസ്ത്രലോകം കണ്ടെത്തുമ്പോൾ ഇതുവരെ നാം അറിഞ്ഞിട്ടില്ലാത്ത ജീവന്റെ തുടിപ്പുകളിലേക്കാവാം ഈ കണ്ടെത്തൽ വഴിതെളിക്കാൻ പോകുന്നത്. പറയാൻ പോകുന്നത് വേറൊന്നിനെയും കുറിച്ചല്ല, ഡാർക്ക് ഓക്സിജനെ കുറിച്ചാണ്. ഡാർക്ക് ഓക്സിജൻ അഥവാ ഇരുണ്ട ഓക്സിജൻ സമുദ്രത്തിന്റെ അത്ഭുതങ്ങളിൽ വെറും 5% താഴെ മാത്രമാണ് ശാസ്ത്രലോകം ഇന്നുവരെ കണ്ടെത്തിയിരിക്കുന്നത്. സ്കോട്ടിഷ് അസോസിയേഷൻ ഫോർ മെറൈൻ സയൻസിലെ ശാസ്ത്രജ്ഞനായ ആൻഡ്രൂ സ്വിറ്റ്മാൻ 2013 സമുദ്രത്തിന്റെ അടിത്തട്ടിൽ അജ്ഞാതമായ ചില പ്രതിഭാസങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഹവായ്ക്കും മെക്സിക്കോയ്ക്കും ഇടയിലുള്ള ക്ലാരിയോൺ ക്ലിപ്പർട്ടൺ സോണിൽ 5 കിലോമീറ്ററോളം ആഴത്തിലേക്ക് പോകുന്തോറും എങ്ങനെയാവും ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരുന്നതെന്ന പഠനത്തിനായാണ് അദ്ദേഹവും സംഘവും യാത്ര പുറപ്പെട്ടത്. എന്നാൽ അവിടെയവർ കണ്ടെത്തിയത് ഇതുവരെയുള്ള നമ്മുടെ അറിവിനെ മാറ്റിമറിക്കുന്ന വിവരങ്ങളായിരുന്നു. ഓക്സിജന്റെ അസാന്നിധ്യത്തിന് പകരം കൂടിയ അളവിൽ ഓക്സിജനാണ് അന്നവിടെ അദ്ദേഹം കണ്ടെത്തിയത്. പഠനം നീണ്ടുപോകുന്നതിനനുസരിച്ച് ഓക്സിജന്റെ അളവ് കൂടിക്കൊണ്ടുമിരുന്നു. അങ്ങനെയാണ് അവിടെയുള്ള ഒരു വസ്തുവിൽ നിന്ന് ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ച കണ്ടെത്തൽ ജൂലൈ 22 നേച്ചർ ജേണലിൽ പ്രസിദ്ധീകരിച്ചതും ലോകം അത്ഭുതത്തോടെ അത് വായിച്ചതും. സാധാരണയായി ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് സസ്യങ്ങളും ആൽഗകളും ചില ബാക്ടീരിയകളുമാണ്. സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന ക്ലോറോപ്ലാസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ഹരിതകം അഥവാ ക്ലോറോഫിൽ എന്ന വർണ്ണവസ്തു സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ജലത്തെയും കാർബൺ ഡൈ ഓക്സൈഡിനെയുമായി വിഘടിപ്പിച്ച് ഗ്ലൂക്കോസും ഉൽപ്പന്നമായി ഓക്സിജനും ഉൽപ്പാദിപ്പിക്കുന്നു. ഇത്തരത്തിൽ കരയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ അന്തരീക്ഷത്തിലൂടെ എല്ലാ ജീവികൾക്കും ലഭ്യമാകുകയും ചെയ്യുന്നു. കടലിന്റെ ഉപരിതലത്തിലുള്ള പ്ലവകങ്ങൾ ഇത്തരത്തിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും കടലിന്റെ ആഴങ്ങളിൽ സൂര്യപ്രകാശം ഇല്ലാത്തതിനാൽ അവിടെ ഓക്സിജന്റെ സാന്നിധ്യത്തിന് യാതൊരു സാധ്യതയും ഇല്ല. എന്നിട്ടും കടലിന്റെ ആഴങ്ങളിൽ എങ്ങനെയാവാം ഈ ഓക്സിജൻ എത്തിയിട്ടുണ്ടാവുക? സ്വീറ്റ്മാന്റെയും സംഘത്തിന്റെയും ഗവേഷണം ചെന്നെത്തിയത് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ചെറിയ കല്ല് പോലെ തോന്നിക്കുന്ന ചില ലോഹങ്ങളുടെ കഷണങ്ങളിലാണ്. പോളിമെറ്റാലിക് നോഡ്യൂളുകൾ എന്നറിയപ്പെടുന്ന ഇവ കൊബാൾട്ട്, നിക്കൽ, മാംഗനീസ്, ചെമ്പ്, ഇരുമ്പ് എന്നീ മൂലകങ്ങളാൽ സമ്പുഷ്ടമാണ്. ആഴക്കടൽ ഖനനം നടത്തുന്ന കമ്പനികൾ ഇവിടങ്ങളിൽ ഈ മൂലകങ്ങൾക്കായി ഖനനം നടത്താറുണ്ടായിരുന്നു. 2023 സെപ്റ്റംബറിൽ സ്വീറ്റ്മാൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും കെമിസ്ട്രി പ്രൊഫസറുമായ ഫ്രാൻസ് ഗൈഗറുമായി ചേർന്ന് ഗവേഷണം ഊർജിതമാക്കി. അങ്ങനെയാണ് പോളിമെറ്റാലിക് നോഡ്യൂളുകൾ ആണ് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് കണ്ടെത്തുന്നത്. അവയ്ക്ക് ഇരുണ്ട നിറം ആയതിനാൽ ഡാർക്ക് ഓക്സിജൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. സാധാരണയായി തുരുമ്പുള്ള ലോഹങ്ങൾ ഉപ്പുവെള്ളവുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഇലക്ട്രിക് ചാർജുകൾ വെള്ളത്തിലെ ഓക്സിജനെയും ഹൈഡ്രജനെയും വിഘടിപ്പിക്കുന്നതുപോലെ ഈ മെറ്റാലിക് നോഡ്യൂളുകളും വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാകുമോ എന്ന രീതിയിൽ പഠനങ്ങൾ വ്യാപിക്കുകയും ചെയ്തു.
ഇത്തരത്തിലുള്ള ചില സൂചനകളുടെ ഭാഗമായി ആഴക്കടലിലെ അതേ അവസ്ഥകൾ സൃഷ്ടിച്ചുകൊണ്ട് ലാബിൽ ഗവേഷണം ഊർജിതമാക്കി. അതിലുള്ള ഓക്സിജൻ നിർമ്മിക്കാൻ സാധ്യതയുള്ള എല്ലാ ബാക്ടീരിയയെയും സ്റ്റെറിലൈസേഷനിലൂടെ നശിപ്പിച്ചതിനു ശേഷമായിരുന്നു പരീക്ഷണം. എന്നാൽ ദിവസങ്ങൾ കഴിയുംതോറും അതിലെ ഓക്സിജന്റെ അളവ് കൂടിക്കൂടി വരികയാണ് ഉണ്ടായത്. അതിൽ അവർ സ്ഥാപിച്ച പോളിമെറ്റാലിക് നോഡ്യൂളുകളുടെ ഉപരിതലത്തിലെ ഇലക്ട്രിക് ചാർജ് പരിശോധിച്ചപ്പോൾ 0.95 വോൾട്ട് രേഖപ്പെടുത്തി. കടൽവെള്ളം ഇലക്ട്രോലിസിസ് വഴി വിഘടിപ്പിക്കുന്നതിനായി ഏകദേശം 1.5 വോൾട്ട് വൈദ്യുതിയാണ് ആവശ്യം. അങ്ങനെ നോക്കുമ്പോൾ പോളിമെറ്റാലിക് മൊഡ്യൂളുകളുടെ ഒരു വലിയ കൂട്ടത്തിന് കടൽവെള്ളത്തെ വലിയളവിൽ വിഘടിപ്പിക്കാനും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാനും കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ നിന്ന് ഈ വസ്തുക്കൾ ഒരു ജിയോളജിക്കൽ ബാറ്ററി പോലെ പ്രവർത്തിക്കുന്നെന്നും ഇവ ഇലക്ട്രോലിസിസിലൂടെ കടൽവെള്ളത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാക്കുന്നെന്നും അങ്ങനെ ഉണ്ടാക്കുന്ന ഓക്സിജനാണ് അവിടെയുള്ള ജീവന്റെ ആധാരമായി പ്രവർത്തിക്കുന്നത് എന്നുമാണ് അവർ നിരീക്ഷിച്ചത്. എന്നാൽ ഈ പോളിമെറ്റാലിക് നോഡ്യൂളുകൾ 1-2 ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതല്ല. 10 മില്ലിമീറ്റർ വലിപ്പം ഉണ്ടാകാൻ ഏകദേശം 10 ലക്ഷം വർഷങ്ങൾ എങ്കിലും വേണ്ടിവരുമത്രേ. ഈ കണ്ടുപിടുത്തം ഉറപ്പാക്കാൻ ഇനിയും ധാരാളം ഗവേഷണങ്ങൾ വേണ്ടിവരും. ഓക്സിജന്റെ സാന്നിധ്യം പഠിച്ചപ്പോഴും അവിടെയുണ്ടാകുന്ന ഹൈഡ്രജന്റെ അളവിന്റെ കാര്യത്തിൽ അവർ കൃത്യമായ പഠനം നടത്തിയിട്ടില്ല. നാളത്തെ ഊർജസ്രോതസ്സായി കണക്കാക്കുന്ന ഹൈഡ്രജനെക്കുറിച്ചുള്ള പഠനം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ശാസ്ത്രത്തിന്റെ വലിയ വാതായനങ്ങളാണ് ഡാർക്ക് ഓക്സിജന്റെ കണ്ടെത്തൽ തുറക്കുന്നത്. ആഴക്കടലിലെ ഖനനം കരയിലേതിനേക്കാൾ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നതല്ല എന്ന പരമ്പരാഗത ചിന്തകളിൽ ഇനി മാറ്റം വന്നേക്കാം. മാത്രമല്ല, ശുദ്ധമായ ഓക്സിജൻ ഉൽപ്പാദനം ജീവനുള്ള വസ്തുക്കളുടെ പ്രവർത്തനങ്ങളിലൂടെയും സൂര്യപ്രകാശത്തിന്റെയും സാന്നിധ്യത്തോടെ മാത്രമെന്ന ചിന്തകളും ഇനി മാറാൻ പോവുകയാണ്. ജീവന്റെ സാന്നിധ്യങ്ങൾ ഇനിയുമേറെ ഇടങ്ങളിൽ ഉണ്ടായേക്കാമെന്നും ഈ കണ്ടെത്തൽ വിളിച്ചു പറയുന്നുണ്ട്.